ഹായ്, ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ ബിസ്ക്കറ്റ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ബിസ്ക്കറ്റിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെജിറ്റബിൾ ഓയിൽ. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ റെഡിയാക്കി എടുത്തത് പിന്നെ പാനിൽ അതിൻ്റെ വെള്ളം വലിയുന്നേരം ഒന്ന് വറുത്തെടുത്തു. കളർ ചേഞ്ച് ആവാൻ നിന്നിട്ടില്ല. എന്നിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു 1/4 കപ്പ് മതി. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിൽ 1 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. ഇതിൽ ഗോതമ്പ് പൊടിയുടെ റോസ് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോഫിയുടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. കോഫി പൗഡർ നിർബന്ധമില്ല. നിങ്ങൾക്ക് പാല് ഒന്നും ചേർക്കാതെ തന്നെ പാലിൽ കുഴച്ചെടുത്താൽ മതി. ഇത് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ അത്ര നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം നല്ല ബലം കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ ബിസ്ക്കറ്റ് ശരിയായി വരുള്ളൂ. പക്ഷേ ഇതൊരു ക്രംബിൾ ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ പറ്റുന്ന പോലെ നല്ല ബലം കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. പഞ്ചസാരയും പൊടികളും മിക്സ് ചെയ്തതിന് ശേഷം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ചങ്ങ് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങാം. അത്യാവശ്യം കുറച്ച് വലിയ സൈസുള്ള ബോളാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്നങ്ങ് പരത്തിയെടുക്കാം. പരത്തി എടുത്തിട്ട് നമ്മൾ ഫ്ലാറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ്സോടെ പരത്തിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രംബിൾ ആയിട്ടുള്ള ടെക്സ്ചറിൽ ഇത് ഉണ്ടാവാം. പരത്തുമ്പം സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അത് പ്രശ്നമില്ല. പിന്നെ ഇതിങ്ങനെ പരത്തി എടുക്കണമെന്നില്ല. കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒന്ന് അങ്ങ് പരത്തി എടുത്തതിന് ശേഷം ഇതേപോലെയുള്ള ഒരു ബൗൾ വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കി കട്ടർ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്നങ്ങ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഇത് ഫ്ലാറ്റാക്കി എടുക്കുന്നത് ഇതുപോലുള്ള തവി വെച്ചിട്ടും കൂടിയാണ് ഫ്ലാറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് ബിസ്ക്കറ്റിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ബിസ്ക്കറ്റിന് ഒരു ഷെയ്ഡൊക്കെ ഉണ്ടാവും മുകളിൽ. പിന്നെ ഒന്ന് ജസ്റ്റ് അമർത്തി ഫ്ലാറ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ തവി ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അമർത്തി ഷേപ്പാക്കിയതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്യുമ്പം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. സൈഡൊക്കെ ഇതുപോലെ പൊട്ടിയ രീതിയിൽ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ അത്യാവശ്യം നല്ല ചൂടായ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മീഡിയം ടു ലോയിലേക്ക് മാറ്റണം. ഉൾഭാഗമൊക്കെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടും മീഡിയം ടു ലോയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് കറുത്ത് പോകണ്ട. പിന്നെ തണിയുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ള കളറങ്ങ് വന്നോളും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക, അത്ര അങ്ങ് ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുകയും വേണ്ട. തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാവും. സാധാ നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ തണുത്ത് കഴിഞ്ഞാലാണ് കിട്ടുക. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ തട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ മനസ്സിലാവും. നല്ല ക്രിസ്പിയാണ്. നല്ല പെർഫെക്റ്റ് ബിസ്ക്കറ്റ് തന്നെ ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.